വീഴ്ച സമ്മതിച്ച് ജയിൽ മേധാവി. സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയതറിയാൻ വൈകിയെന്ന് ജയിൽ മേധാവി ബൽറാം ഉപാധ്യായ. CCTV നിരീക്ഷണത്തിലെ പാളിച്ചയും പരിശോധിക്കുമെന്ന് ജയിൽ മേധാവി പറഞ്ഞു. അതേസമയം ചാർലി തോമസിനെ പിടികൂടുന്ന സമയത്ത് കയ്യിൽ ചെറു ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ണൂർ SP പറഞ്ഞു. കണ്ണൂർ നഗരത്തിലെ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ചാർലി തോമസിനെ പിടികൂടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള 10ാം ബ്ലോക്കിൽ നിന്നാണ് ചാർലി തോമസ് ഇന്ന് പുലർച്ചെ ചാടിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ചാർലി തോമസ് ജയിൽ ചാടിയപ്പോൾ മുതൽ തന്നെ ഉയർന്ന ചോദ്യം, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു ജയിലിൽ നിന്ന് എങ്ങനെ ഒരു കുറ്റവാളിക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിൽ മേധാവി തന്നെ ആ വീഴ്ച സമ്മതിച്ചിരിക്കുന്നു എന്നാണല്ലേ? എന്തെല്ലാം കാര്യങ്ങളിൽ വീഴ്ച പറ്റിയതായാണ് ജയിൽ മേധാവി വ്യക്തമാക്കുന്നത്? തീർച്ചയായും രോഹിണി, ഒരുപാട് കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 4 പേരെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളോട് എങ്ങനെയാണ് ഇയാൾ ജയിലിൽ നിന്ന് താടിയെന്നതിനെ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങളാണ്. അതായത് ഇയാൾ ജയിൽ മോചിതരായി പോകുന്ന ആളുകളിൽ നിന്ന് ഇയാൾ വസ്ത്രങ്ങൾ ശേഖരിച്ചിരുന്നു. അത്തരത്തിൽ ശേഖരിച്ച് വെച്ച വസ്ത്രങ്ങൾ കൊണ്ടാണ് ഇയാൾ കയറ് പോലെ ഉണ്ടാക്കി താഴേക്ക് ജയിൽ ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, വലിയ തയ്യാറെടുപ്പുകൾ ഇതിൻ്റെ ഭാഗമായി ഇയാൾ നടത്തി. ശരീരത്തിൻ്റെ ഭാരം കുറച്ചു, ജയിൽ ചാടാൻ ആവശ്യമായ രീതിയിൽ ശരീരത്തിൻ്റെ ഭാരം കുറച്ചു. ഇത് കൂടാതെ ഈ കമ്പി, അതായത് സെല്ലിൻ്റെ കമ്പി മുറിക്കാൻ ആവശ്യമായ ആക്സോ ബ്ലേഡും മറ്റ് ഇരുമ്പ് സാമഗ്രികളും ഇയാൾ ശേഖരിച്ചു വെച്ചിരുന്നു. ഈ ഇരുമ്പ് കമ്പി തുരുമ്പിക്കാൻ ആവശ്യമായ രീതിയിൽ ഉപ്പിട്ടത് തുരുമ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു. അത്തരത്തിൽ നിരവധി കണ്ടെത്തലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് പ്രാഥമികമായ രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ തന്നെ ഈ 10ാം ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷയുള്ള ബ്ലോക്കാണ്. ആ 10ാം ബ്ലോക്കിൽ തന്നെ 100-ലേറെ ജീവനക്കാരുണ്ട്. ആ 100-ലേറെ ജീവനക്കാരെ നോക്കാൻ ആകെയുള്ളത് വെറും 100-ലേറെ തടവുള്ളികളുണ്ട്. അവരെ നോക്കാൻ ആകെയുള്ളത് 3 ജീവനക്കാർ മാത്രമാണെന്നുള്ള ഗുരുതരമായ ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്രയധികം കൊടും കുറ്റവാളികളായ ആളുകളെ പാർപ്പിക്കുന്ന ഒരു ബ്ലോക്കിൽ വെറും 3 ജീവനക്കാർ മാത്രം മതിയോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇതിനകം വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ആയിക്കഴിഞ്ഞു. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഈ ജയിലിനകത്തു നിന്നോ പുറത്തു നിന്നോ കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം തന്നെയാണ് പ്രധാനമായി വരുന്നത്. കാരണം ഈ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ആൾക്ക് എങ്ങനെയാണ് ഈ 7 മീറ്ററോളം ഉയരമുള്ള ഒരു മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടി വരാൻ വേണ്ടി പറ്റുക? അത് ഗുരുതരമായ വീഴ്ചയാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായങ്ങൾ നൽകിയിരുന്നൊരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. അതിൽ ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ മാത്രമേ ഇതിലൊരു പൂർണ്ണമായൊരു വ്യക്തത വരികയുള്ളൂ. രോഹിണി, അതെ, അതുമാത്രമല്ല മിഥുൻ, ഇയാളുടെ കൈവശം ഈ പിടികൂടുന്ന സമയത്ത് ചെറിയ ചില ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. SP തന്നെയാണ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഈ ആസൂത്രണം നടത്തി എന്ന് മാത്രമല്ല, ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പിടികൂടുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ആയുധങ്ങൾ കൂടി കയ്യിൽ കരുതി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ജയിലിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ജയിലിൻ്റെ സെല്ലുകൾ മുറിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ആയുധങ്ങൾ ഇയാൾ സജ്ജമാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഇത് വെറും 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചൊരു ജയിൽ ചാട്ടമല്ല. ദിവസങ്ങളോ ആഴ്ചകളോ ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഇയാൾ 20 ദിവസത്തോളം ശ്രമിച്ചിട്ടാണ് ഈ ഒരു സെല്ലിൻ്റെ കമ്പികൾ മുറിച്ചു മാറ്റിയത്. അതിനുശേഷം ഈ ജയിലിൽ നിന്ന് പുറത്തുപോയ ആളുകളുടെ തടവ് പുള്ളികളുടെ തുണികൾ ശേഖരിച്ച് അതൊരു കയറ് പോലെയാക്കി അതിനുശേഷം ഈ ജയിലിൽ നിന്ന്, അതായത് ഇലക്ട്രിക് ഫെൻസിങ് പോകുന്ന കമ്പിயின் മുകളിൽ കെട്ടി പുറത്തേക്ക് ചാടുകയായിരുന്നു. ഇയാൾക്ക് കണ്ണൂർ നഗരത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഏതാണ്ട് 4 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഇയാൾ പിടിയിലാകാനൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇയാളെ കോടതിയിൽ കൊണ്ടുപോകാനായി പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതി
ഹാജരാക്കാനായി പുറത്തേക്ക് ഇറക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ കോടതിയിലേക്കാണ് കൊണ്ടുപോവുക. റിമാൻഡ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ മാറ്റുമെന്നുമുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഏതായാലും ഇയാൾ മാസങ്ങൾ നീണ്ട പരിശ്രമം ഇതിന് പിന്നിലുണ്ട്, അല്ലെങ്കിൽ ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ജയിൽ ചാടാൻ ആവശ്യമായ രീതിയിൽ ഇയാൾ ശരീരഭാരം ക്രമീകരിച്ചിരുന്നു. അതിനുശേഷം കൃത്യമായ രീതിയിൽ ഈ ജയിൽ കമ്പി, സെല്ലിൻ്റെ കമ്പി മുറിക്കാൻ ആവശ്യമായ പ്രവൃത്തികളൊക്കെ തന്നെ ഇയാൾ നടത്തിയിരുന്നു. അത്തരം ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഇയാൾ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിനെയാണ്. ഇനിയിപ്പോൾ കോടതി ഒരുപക്ഷെ റിമാൻഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കും. ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണ്. മിഥുൻ, തുടരാം. തീർച്ചയായും ഇവിടുത്തെ ഈ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. കോടതിയിൽ ഹാജരാക്കി ഉടൻ തന്നെ റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഏതാണ്ട് 20 ദിവസത്തോളം നീണ്ടുനിന്ന ഈ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ജയിൽ ചാടിയത് എന്നുള്ളൊരു വിവരം തന്നെയാണ് അധികൃതരിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല നേരത്തെ നമ്മോട് സംസാരിച്ച കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ പോവുകയും ചെയ്യും. KP മിഥുൻ, അതോടൊപ്പം വലിയ രീതിയിലുള്ള വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. വീഴ്ച സമ്മതിക്കുന്ന സാഹചര്യവും ജയിൽ മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ 100 പ്രതികൾ അല്ലെങ്കിൽ 100 തടവ് പുള്ളികൾ ഉള്ള ഒരു സ്ഥലത്ത് 3 ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴും അതിശക്തമായ നിയന്ത്രണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങൾ ജയിലിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. CCTV ക്യാമറകളെ നിരീക്ഷിക്കുന്നതിനായി ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അതുമാത്രമല്ല, ഇയാൾ കൃത്യമായി ഇത്തരം ആസൂത്രണങ്ങളൊക്കെ നടപ്പിലാക്കിയതിനു ശേഷം രക്ഷപ്പെട്ടതിന് ശേഷവും മണിക്കൂറുകൾ കഴിഞ്ഞാണ്, ഏകദേശം 5 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് അറിയുന്നത് പോലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിയെ പിടികൂടി എന്നുള്ളത് ശരി തന്നെ, കുറ്റവാളിയെ പിടികൂടി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈ ഗുരുതരമായ വീഴ്ച സംബന്ധിച്ചൊരു തുടരന്വേഷണം, വിശദീകരണം ഇതൊക്കെ ഉണ്ടായല്ലേ മതിയാകുകയുള്ളൂ. തീർച്ചയായും രോഹിണി, അത് തന്നെയാണ്. കാരണം ഈ അന്വേഷണത്തിലെ ഇത് സംബന്ധിച്ചൊരു പൂർണ്ണ ഒരു വ്യക്തത വരികയുള്ളൂ. കാരണം ഇതിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. അത് ചോദ്യം ചെയ്യലിലൂടെ വരും. അതുമാത്രമല്ല, ഈ ജയിലിലെത്തി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ആ അന്വേഷണങ്ങൾക്കൊടുവിലെ ഒരു വ്യക്തത വരികയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇത്രയും സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് എങ്ങനെ ഇയാൾ ആളുകളുടെ കണ്ണ് പുറത്തേക്ക് ചാടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇയാളെ മറ്റാരെങ്കിലും സഹായിച്ചിരുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം ഈ ഇത്രയും ശാരീരിക പരിമിതികളുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും ഉയരമുള്ള ഒരു ജയിലിൻ്റെ മതിൽ ഇത്തരത്തിൽ ആയാസത്തോടെ ചാടി പുറത്തിറങ്ങുക എന്നൊരു ചോദ്യം ഉയരുന്നു. ഈ 4 ജയിലധികൃതരെ സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് മാത്രമാണോ ഇത്തരമൊരു വീഴ്ച ഉണ്ടായത്, മറ്റാരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വീണ്ടും ചോദ്യം ചെയ്യലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ SP ഓഫീസിൽ നിന്ന് നേരെ ഈ ക്യാമ്പ് ഓഫീസിലേക്ക് ഇയാളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ അവിടുത്തെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. രോഹിണി. മിഥുൻ, അതോടൊപ്പം ഈ തിരച്ചിൽ ഊർജിതമായി തന്നെ നടത്തി, നാട്ടുകാരുടെ ഇടപെടലും നിർണായകമായി എന്ന് തന്നെയല്ലേ പറയേണ്ടത്. കാരണം ഏകദേശം 5 മണിക്കൂർ പിന്നിട്ടു ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ജയിലിന് പുറത്തെത്തിയിട്ട്. ഒരുപക്ഷെ അയാൾ സ്ഥിരമായി കേന്ദ്രീകരിച്ച് അയാളുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പരിസരങ്ങളായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് അയാൾ ആദ്യത്തെ കുറ്റകൃത്യം നടത്തുന്നതും. ഈ നഗരം വിട്ടു പോകാൻ അയാൾക്ക് കഴിയാത്തത് ഒരുപക്ഷെ
കൃത്യമായ പോലീസ് സംവിധാനങ്ങളും അതോടൊപ്പം നാട്ടുകാരും ഈ തിരച്ചിലിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ, അതല്ലാതെ അയാൾ ഒരുപക്ഷെ ഇത്തരത്തിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെടുകയാണെങ്കിൽ അയാൾ അതിർത്തി കടക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിക്കാത്ത വിധം ഇയാൾ ഈ നഗരഹൃദയത്തിൽ തന്നെ തങ്ങിപ്പോകണമെങ്കിൽ അല്ലെങ്കിൽ കുടുങ്ങിപ്പോകണമെങ്കിൽ അയാൾക്കത് ബോധ്യമുണ്ടായിരുന്നു. നാട്ടുകാരടക്കം ഈ തിരച്ചിൽ നടത്തുന്നുണ്ട്, താൻ ഏത് നിമിഷവും പിടിക്കപ്പെട്ടേക്കാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ അയാൾ ആളൊഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ പതുങ്ങിയിരുന്നത്? തീർച്ചയായും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ്. അതായത് കണ്ണൂർ നഗരത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഈ ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നില്ല. അഥവാ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജയിൽ ചാടിയെടുത്തുന്ന വെറും 50 മീറ്റർ മാത്രമാണ് ഇവിടെ ഈ ഒരു ഹൈവേയിലേക്കുള്ളത്, ദേശീയപാതയിലേക്കുള്ളത്. നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ നിരവധി വാഹനങ്ങൾ പോകുമ്പോൾ നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു ഇടമായതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ പോകുന്നൊരിടമാണ്. അവിടെ ഈ മംഗലാപുരം ഭാഗത്തേക്ക് ഉൾപ്പെടെ പോകുന്ന നാഷണൽ പെർമിറ്റ് ലോറികൾ ഉൾപ്പെടെ കൈ കാണിച്ച് രക്ഷപ്പെടാനുള്ള സാഹചര്യം മുന്നിലുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂർ നഗരത്തെ സംബന്ധിച്ച് വലിയ ധാരണ ഇയാൾക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് പുറത്ത് കിടക്കാൻ, നഗരത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് 6 മണിയോ 4:30 ശേഷം പുറത്ത് ചാടിയ ഈ പ്രതി ബാക്കിയുള്ള ഏതാണ്ട് ഈ പിടികൂടപ്പെടുന്ന 10 മണിയോട് അടുപ്പിച്ച് വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് ഉയർന്നത്. കാരണം ആദ്യഘട്ടത്തിൽ 9:15 ഇയാളെ ഈ തളാപ്പ് പരിസരത്ത് വെച്ച് കണ്ടെത്തുന്നു. അവിടെ നിന്ന് തളാപ്പ് പരിസരത്ത് വെച്ച് കണ്ടെത്തി. അവിടെ നിന്ന് ഈ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒരു സംയുക്ത ഇടപെടലിലാണ് ഇയാൾ പിടിയിലാവുകയും ചെയ്യുന്നത്. ഏതായാലും ഈ നാടിനെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. കാരണം ഇത്രയധികം സങ്കീർണമായ അല്ലെങ്കിൽ ഇത്രയധികം ആളുകളെ സംബന്ധിച്ച് വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ച് ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇയാളുടെ ഇയാൾ സമൂഹത്തിൽ ഇറങ്ങി സ്വൈരവിഹാരം നടത്തിയാൽ അങ്ങേയറ്റം ഭീഷണിയാകുന്നതും സമൂഹത്തിന് തന്നെയാണ്. അത്രമാത്രം ക്രിമിനൽ സ്വഭാവം വച്ചു പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ്. മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാണെങ്കിൽ പോലും ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് പിടിയിലായിരിക്കുന്നു. അത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്.